ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഞാനും തയ്യാറാക്കി നമ്മുടെ മോഹൻലാൽ വൈറലാക്കിയ ഐസ്ക്രീം ബനാന ഡെസേർട്ട്. അപ്പോൾ നമുക്കത് ഈസി ആയിട്ട് എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്ന് നോക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലപോലെ പഴുത്ത ഏത്തപ്പഴം എടുത്തിരിക്കുന്നത്. പിന്നെ ബട്ടർ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ ഏത്തപ്പഴം തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ചെറിയ പീസാക്കി സ്ലൈസാക്കി കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുപോലെ കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട്. ശർക്കരയ്ക്ക് പകരം പഞ്ചസാര വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഒരു ഫ്രൈ പാനിലോട്ട് അൺസോൾട്ടഡ് ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ നമ്മൾ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്താൽ നമ്മുടെ ഏത്തപ്പഴം അതിലോട്ട് ഇട്ട് കൊടുക്കാം. വളരെ ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഒരു ഭാഗം മുരിഞ്ഞ് വരുമ്പോൾ മറു സൈഡ് നമുക്ക് മറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് വളരെ ടേസ്റ്റായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഡെസേർട്ടാണ്. എല്ലാവരും തീർച്ചയായും ഒരു വട്ടം തയ്യാറാക്കി നോക്കിക്കോളൂ. അപ്പോൾ നമ്മൾ ഒരു സൈഡ് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് മറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം മറച്ചിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതിലോട്ട് നമ്മുടെ മധുരത്തിന് ആവശ്യമുള്ള ശർക്കര ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു ബെല്ലത്തിൻ്റെ നേർപകുതി ബെല്ലം എടുത്തിട്ട് അത് നന്നായിട്ട് പൊടിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ശർക്കരയ്ക്ക് പകരം ഷുഗറോ അല്ലെങ്കിൽ ബ്രൗൺ ഷുഗറോ ഇട്ട് കൊടുക്കാവുന്നതാണ്. ശർക്കര ഇട്ട് കൊടുക്കുമ്പോഴാണ് കുറച്ച് ടേസ്റ്റ് തോന്നിയത് കേട്ടോ. ശർക്കരയുടെ ആ ഒരു മധുരം കറക്റ്റായിട്ട് ചെല്ലുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് വരുന്നത് തോന്നിയത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ നമുക്കൊരു പിടി നാളികേരമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ മെൽറ്റായി വന്നപ്പോൾ അതിലേക്ക് ഒരു പിടി നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ നാളികേരം ശർക്കര നീരിലൊന്നായി ആ മധുരമൊക്കെ പിടിച്ച് വരാൻ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഇതിലോട്ട് റമ്മുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ റമ്മ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഫ്രൈ പാൻ ഒന്ന് തീയിലോട്ട് കാണിച്ച് കൊടുക്കുക. അപ്പോൾ ആ ഫ്ലെയിം നമ്മുടെ പാത്രത്തിലോട്ട് ഒന്ന് വരും. അത് കഴിയുമ്പോൾ ഫ്ലെയിം അപ്പോൾ തന്നെ കെട്ടുപൊക്കോളും. അത് കഴിയുമ്പോൾ നമുക്കൊരു നുള്ളി ഏലക്കാപ്പൊടിയും ഒരു നുള്ളി പട്ട പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. അത് കഴിയുമ്പോൾ നമ്മുടെ ചൂടൊക്കെ ഒന്ന് ചൂടാറിയതിന് ശേഷം ഒരു നേരിയ ചൂടുള്ളപ്പോൾ നമുക്ക് പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ച നമ്മുടെ പഴവും ശർക്കരയും നാളികേരം ഏലക്കാപ്പൊടി പട്ട പൊടിച്ചത് എല്ലാം ഒരു പാത്രത്തിലോട്ട് സെറ്റാക്കി കൊടുക്കാം. വാനില ഐസ്ക്രീമാണ് കുറച്ചുകൂടി നല്ലത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ സ്ട്രോബെറി ഐസ്ക്രീം ആയതുകൊണ്ട് ഞാൻ സ്ട്രോബെറി ഐസ്ക്രീം ഒരു 2 സ്കൂപ്പ് ഇതിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ചോക്ലേറ്റ് സിറപ്പോ അല്ലെങ്കിൽ തേനോ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ തേനാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കത് ഈസി ആയിട്ട് വളരെ ടേസ്റ്റായിട്ട് ഈ ഒരു ഡിഷ് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നൊരു സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാം. നമ്മുടെ ഫേസ്ബുക്ക് പേജായ ധന്യ സോണി എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ നിങ്ങളുടെ സപ്പോർട്ടിന് അധികം നന്ദിയുണ്ട്. അപ്പോൾ നമ്മുടെ മോഹൻലാൽ വൈറലാക്കി തന്ന ബനാന ഐസ്ക്രീം ഡെസേർട്ട് തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക. ഒരു 5-10 മിനിറ്റ് കൊണ്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി കഴിക്കാൻ പറ്റിയിട്ടുള്ള എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡെസേർട്ടാണ്. താങ്ക് യു. അപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.